أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا استويت أنت ومن معك على الفلك فقل الحمد لله الذي نجانا من القوم الظالمين وقل رب أنزلني منزلا مباركا وأنت خير المنزلين. إن في ذلك لآيات وإن كنا لمبتلين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1110 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 28 മുതൽ 30 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا استويت أنت ومن معك على الفلك فقل الحمد لله الذي نجانا من القوم الظالمين وقل رب أنزلني منزلا مباركا وأنت خير المنزلين. إن في ذلك لآيات وإن كنا لمبتلين. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ 28, 29, 30 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ചരിത്രത്തിലെ ശ്രദ്ധേയനായ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്തെ ചില സംഭവങ്ങളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തെ ആയത്തുകളിൽ വിവരിക്കപ്പെടുന്നത്. അതിന്റെ ആദ്യ ഭാഗം നമ്മൾ 1-2 ദിവസങ്ങളുടെ പഠനത്തിൽ പൂർത്തിയാക്കുകയുണ്ടായിട്ടുണ്ട്. ആ വിവരണത്തിന്റെ അവസാനത്തെ ഭാഗത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നൂഹ് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണവും ജനങ്ങളുടെ തിരസ്കാരവും അതിനെ തുടർന്നുണ്ടായ പ്രളയവും ഒക്കെ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് വിവരിക്കപ്പെടുന്നുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനില് വളരെ സംക്ഷിപ്തമായിട്ട് അതിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യം വിവരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ വേറെ പലയിടങ്ങളിലും പരാമർശിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് അള്ളാഹു നൂഹ് അലൈഹിസ്സലാമിന് അള്ളാഹുവിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും വെളിപാടുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിട്ട് ഒരു കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകുന്നതാണ് നമ്മൾ കാണുകയുണ്ടായത്. നമ്മുടെ ഉത്തരവുണ്ടായി കഴിഞ്ഞാൽ ഉണങ്ങി വരണ്ട അടുപ്പുകളിൽ നിന്ന് പോലും ജലം നിർഗളിക്കാൻ ഉറവ പൊട്ടി ഒഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്ലുക ഫീഹ മിൻ കുല്ലിൻ സൗജൈൻ ഇസ്നൈൻ, നീ അതില് എല്ലാ വിഭാഗത്തിലും പെട്ടവയുടെ ജോഡികളെ കൂടെ കൂട്ടി അതിൽ പ്രവേശിക്കുക, ആ കപ്പലിൽ പ്രവേശിക്കുക. അതുപോലെ നിന്റെ കുടുംബത്തെയും നിന്റെ ബന്ധുമിത്രാദികളെയും നിന്നോടൊപ്പം കൂട്ടുക. നിന്നെ പിൻപറ്റിയ ആളുകളും നിന്റെ അടുത്ത ബന്ധുക്കളും അതുപോലെ
സ്വന്തം കുടുംബത്തിലെ ആളുകളും ഒക്കെ എല്ലാവരെയും അതിൽ വിളിച്ചു കയറ്റുക. നേരത്തെ ചിലരുടെ കാര്യത്തില് ഒരു താക്കീത് നൽകപ്പെട്ടിട്ടുണ്ട്. അവരെ കൂടെ കൂട്ടാൻ പാടുള്ളതല്ല, അവര് ധിക്കാരികളാണ്, അവര് അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ളവരാണ് എന്ന നിലയ്ക്ക് അവരെ നീ കൂടെ കൂട്ടേണ്ടതില്ല. അധർമ്മകാരികളായ ധിക്കാരികളായ അത്തരം ആളുകളെ അവരുടെ കാര്യത്തിൽ നീ ഇടപെട്ട് സംസാരിക്കുകയും ചെയ്യേണ്ട. തീർച്ചയായിട്ടും അവര് മുങ്ങി മരിക്കാനുള്ളവരാണ്. അള്ളാഹുവിന്റെ തീരുമാനം വന്നു കഴിഞ്ഞതാണ് അവരുടെ കാര്യത്തിൽ. ഇങ്ങനെയാണ് ആ വിവരണം നമ്മൾ ഇന്നലെ വായിച്ച ഭാഗത്ത് കാണുകയുണ്ടായത്. അതിനെ തുടർന്ന് അള്ളാഹു നൂഹ് അലൈഹിസ്സലാമിനോട് സംസാരിക്കുന്നതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് വായിച്ച ആയത്തുകൾ കാണാൻ പറ്റും. ഫൈദസ്തവൈത അൻത വമൻ മഅക അലൽ ഫുൽക്, നീയും നിന്നോടൊപ്പം സഹയാത്രികരായിട്ടുള്ള ആളുകൾ അവരും കപ്പലിൽ കയറി കഴിഞ്ഞാൽ, നിങ്ങൾ കയറി അടങ്ങിയിരുന്നു കഴിഞ്ഞാൽ, ഫഖുലിൽ ഹംദുലില്ല, നിങ്ങളുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ, ഫഖുലിൽ ഹംദുലില്ല അല്ലദീ നജ്ജാന മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമകാരികളായ അധർമ്മകാരികളായ ധിക്കാരികളായ ആളുകളുടെ ഒരു സമൂഹത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയവനായ, ഞങ്ങളെ മോചിപ്പിച്ചവനായ അള്ളാഹുവിനാണ് സകല സ്തുതി. ഇതായിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥന, ഇതായിരിക്കട്ടെ നിങ്ങൾ പറയുന്ന കാര്യം. ഇതാണ് അള്ളാഹു നൂഹ് അലൈഹിസ്സലാമിനോട് പറയുന്നത്. ഏറ്റവും വലിയൊരു കെടുതി നേരിടാനിരിക്കുമ്പോൾ, ഒരു പ്രകൃതി ക്ഷോഭം ആയിക്കൊണ്ട് തന്നെ ഒരു പ്രളയം ഉണ്ടായി വരികയാണ്. ആ ഒരു ഘട്ടത്തില് ജീവജാലങ്ങളും മനുഷ്യരും ഒക്കെ അതിൽ മുങ്ങി ഒടുങ്ങാൻ പോവുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ അതിൽ നിന്ന് രക്ഷ നേടാൻ അള്ളാഹു നൂഹ് അലൈഹിസ്സലാമിന് നിർദ്ദേശം നൽകിക്കൊണ്ടുണ്ടാക്കിയ ഒരു കപ്പലല്ലാതെ വേറെ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പൊ നീയും നിന്റെ അടുത്ത ബന്ധുക്കളും നിന്നെ പിൻപറ്റിയവരും അതുപോലെ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഇണകളായിട്ട് നീ തെരഞ്ഞെടുത്തവയും ഒക്കെ ഈ കപ്പലില് രക്ഷ തേടിക്കൊണ്ട് കയറേണ്ടതുണ്ട്. അങ്ങനെ അത് നിങ്ങൾ അതിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അവിടെ കപ്പലിനകത്തൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ കഴിഞ്ഞാൽ, ഒരടക്കം പ്രാപിക്കാൻ കഴിഞ്ഞാൽ, നിങ്ങൾ പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയാണ് നടത്തേണ്ടത്, അല്ലെങ്കിൽ ഈ ദിക്റാണ് നിങ്ങൾ ഉരുവിടേണ്ടത്. അതൊരു തേട്ടം എന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ ഒരു നടപടിയെ പ്രശംസിച്ചുകൊണ്ട് അവനോട് അതിന് കൃതജ്ഞത കാണിച്ചുകൊണ്ട് അവനെ സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുന്ന വാചകങ്ങളാണ്. പറയേണ്ട കാര്യം അല്ലെങ്കിൽ നടത്തേണ്ട പ്രാർത്ഥന ഈ വിധത്തിലാണ്. ഫഖുൽ, നൂഹേ നീ പ്രാർത്ഥിക്കുക, നീ ഇങ്ങനെ പറയുക, അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ, അതിക്രമകാരികളായ ധിക്കാരികളായ ലാലിമുകളായ ഒരു ജനതയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ച, ഞങ്ങളെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതി. ഇങ്ങനെ പറയാൻ വേണ്ടിയാണ് പറയുന്നത്. അപൂർവമായിട്ട് ഇങ്ങനെ ഒരു സന്ദർഭം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു സമൂഹത്തിന് നേരെ അള്ളാഹുവിന്റെ നടപടി, അള്ളാഹുവിന്റെ ശിക്ഷ ഒരു പ്രകൃതിക്ഷോഭത്തിന്റെ രൂപത്തില് സംജാതമായ ആ ഘട്ടത്തിൽ ആ സമൂഹത്തിൽ നിന്ന് തങ്ങളെ രക്ഷപ്പെടുത്തിയതിന്റെ പേരിൽ അള്ളാഹുവിനോട് കൃതജ്ഞതയോടുകൂടി ഈ വിധത്തിലുള്ള പ്രാർത്ഥന നിർവഹിക്കുക എന്നത് ആ സമൂഹം
യഥാർത്ഥത്തില് എന്ത് അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് എന്നതിന് കൃത്യമായ സൂചന നൽകുന്ന വിധത്തിലുള്ളതാണ്. ഒരു സമൂഹത്തിനെ അള്ളാഹു നശിപ്പിച്ചതിന്റെ പേരിൽ കൃതജ്ഞത കാണിക്കുകയാണ്, നന്ദി പ്രകാശിപ്പിക്കുകയാണ്. യാതൊരു പ്രതീക്ഷയുമില്ലാത്ത വിധത്തില് അക്രമകാരികളായി, താന്തോന്നികളായി, ധിക്കാരികളായി ജീവിച്ച ഒരു സമൂഹം അള്ളാഹുവിന്റെ നടപടി ഉണ്ടായി ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുന്നു. ആ ഒരു സംഗതിയിൽ കൃതജ്ഞത കാണിച്ചുകൊണ്ടാണ് നൂഹ് അലൈഹിസ്സലാമും കൂടെയുള്ളവരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ആ നടപടിക്ക് ഇരയായ വിധേയമായ ആ സമൂഹം അത്ര കണ്ട് ദുഷിച്ചവരായിരുന്നു. യാതൊരു നന്മയുടെ നാമ്പും മുള പൊട്ടാൻ ഇടയില്ലാത്ത വിധത്തില് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവര് ധാർമ്മികമായിട്ടും സദാചാരപരമായിട്ടുമൊക്കെ അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ചുകൊണ്ട് വിനയത്തോടുകൂടി അവന് വിധേയപ്പെടുന്ന ഒരു നിലപാട് ഒരിക്കലും തന്നെ അത്തരം ഒരു സമൂഹത്തിൽ നിന്ന് ഉണ്ടാവാനേ ഇടയില്ല എന്ന ഒരവസ്ഥ സംജാതമായിട്ടുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന്റെ കൃത്യമായി നമുക്ക് ലഭിക്കുന്ന സൂചന. ഇന്നലെ പഠന വിധേയമാക്കിയ ആയത്തുകളുടെ പശ്ചാത്തലത്തില് നൂഹ് അലൈഹിസ്ലാം നടത്തിയ പ്രാർത്ഥനകൾ സൂറത്തുൽ ഖമറിലും സൂറത്തുൽ നൂഹിലും ഒക്കെ ഉള്ളത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. നൂഹ് അലൈഹിസ്ലാം സൂറത്തുൽ ഖമറിലെ വാചകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഫദഅ റബ്ബഹു എന്ന വിവരണത്തിനെ തുടർന്ന് അന്നീ മഗ്ലൂബുൻ ഫന്തസിർ, ഞാൻ പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, കീഴടക്കപ്പെട്ടിരിക്കുന്നു, എന്നെ നീ സഹായിച്ചേ പറ്റൂ എന്നാണ് നൂഹ് അലൈഹിസ്സലാം അവിടെ അള്ളാഹുവിനോട് കേണ് പ്രാർത്ഥിക്കുന്നത്. സൂറത്ത് നൂഹില് പറയുന്നത് നൂഹ് അലൈഹിസ്സലാം ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ്: റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, ഈ നന്ദികെട്ട നിഷേധികളായ സമൂഹത്തിന്റെ കൂട്ടത്തില് ഒരുത്തനെ പോലും റബ്ബെ നീ അവശേഷിപ്പിക്കല്ലേ എന്നാണ് നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്. അത്രയും പ്രതീക്ഷ നഷ്ടപ്പെട്ടു കഴിഞ്ഞ ഒരു സമൂഹമായിരുന്നു അവര് എന്നർത്ഥം. ഇന്നക ഇൻ തദറുഹും യുളില്ലു ഇബാദക, അവരിൽ ആരെയെങ്കിലും നീ ഭൂമിയിൽ അവശേഷിപ്പിക്കുന്നുവെങ്കിൽ നിന്റെ അടിമകളെ, നിന്റെ അടിയാറുകളെ അവര് നശിപ്പിച്ചു കളയും, വഴി പിഴപ്പിച്ചു കളയും. അവരിൽ നിന്ന് വലാ യലിദു ഇല്ല ഫാജിറൻ കഫാറ, അവര് ഫാജിറും കഫാറുമായ ആളുകളെ അല്ലാതെ അവര് ജനിപ്പിക്കുകയില്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള സന്തതികളല്ലാതെ ഉണ്ടാകുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. ഫാജിറും കഫാറുമായ ആളുകൾ, നിഷേധികളും അധർമ്മികളുമായ അക്രമകാരികളായ മക്കളല്ലാതെ അവർക്ക് ഉണ്ടാവാൻ ഇടയില്ല. അതുകൊണ്ട് അങ്ങനെ അടുത്ത തലമുറയെങ്കിലും ഉത്കൃഷ്ടന്മാരുടേതായി മാറും എന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ദുഷിച്ച സമൂഹമാണ് താൻ നേരിട്ടുകൊണ്ടിരുന്നത്, താൻ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇനി അവർക്ക് അവരിൽ എന്തെങ്കിലും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നതില് യാതൊരു അർത്ഥവുമില്ല. റബ്ബേ നീ അവരെ ഒരാളെയും വിട്ടുകളയാതെ നശിപ്പിച്ചു കളയണമേ എന്ന് നൂഹ് അലൈഹിസ്ലാമിനെ പോലെ ദീർഘമായ കാലം അള്ളാഹുവിന്റെ ദൂതനായിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാള് അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് ആ സമൂഹം എത്ര വ്യാപകമായ വിധത്തിൽ ദുഷിച്ചു പോയിരുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ പ്രളയത്തിനെ തുടർന്ന് അവര് കപ്പലിൽ കയറി സുരക്ഷിതമായ വിധത്തിൽ അവിടെ കപ്പലിൽ ഇരുന്ന് ഒന്ന് അടക്കം വന്നതിന് ശേഷം പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു തന്നെ നിർദ്ദേശിക്കുന്ന വാചകങ്ങളാണ് നമ്മളിപ്പോ വായിച്ചിട്ടുള്ളത്.
അൽഹംദുലില്ലാഹില്ലദീ നജ്ജാന മിനൽ ഖൗമിൽ ളാലിമീൻ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അധർമ്മികളായ അക്രമകാരികളായ ആളുകളുടെ ഈ സമൂഹത്തിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിച്ച അള്ളാഹുവിനാകുന്നു, ഞങ്ങളെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന്. അങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹു ആ സമൂഹത്തോട്, നൂഹ് അലൈഹി ഇസ്ലാമിനോടും കൂടെ ഉണ്ടായിരുന്ന ആളുകളോടും പറയുന്നുവെങ്കിൽ ആ സമൂഹം എത്ര ആഴത്തിലുള്ള ദുഷ്ടത സ്വായത്തമാക്കിയിട്ടുള്ളവരായിരുന്നിരിക്കണം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വഖുർ റബ്ബി അൻസിൽനി മുൻസലം മുബാറക, ഇങ്ങനെയും പ്രാർത്ഥിച്ചു കൊള്ളുക എന്നാണ് നൂഹ് അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു തുടർന്ന് നിർദ്ദേശിക്കുന്നത്. വഖുൽ എന്ന് പറഞ്ഞ പറയുക, അത് ഓരോ സന്ദർഭത്തിലും ഓരോ സൂചനയാണ് അതിനുള്ളത്. ആക്ഷൻ പറയലാണ്. ചിലയിടത്ത് അത് അഭ്യർത്ഥനയാകും, ചിലയിടത്ത് അത് പ്രാർത്ഥനയാകും, ചിലയിടത്ത് അത് ഓർമ്മിക്കലാകും, ചിലയിടത്ത് അത് ഓർമ്മപ്പെടുത്തലാകും, പലതും ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊള്ളുക എന്നാണ് നിർദ്ദേശം. വഖുർ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറകൻ വഅൻത ഖൈറുൽ മുൻസിലീൻ. പറയുന്നത് എങ്ങനെയാണ്? റബ്ബേ, നാഥ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നീ ഏറ്റവും അനുഗ്രഹീതമായ ഒരിടത്ത് ഇറക്കുകയും ചെയ്യണമേ എന്നാണ്. ഇപ്പൊ കപ്പലിൽ കയറിയിരിക്കുകയാണ്. കപ്പല് യാത്രക്ക് വേണ്ടിയുള്ളതല്ല, ഞാൻ സൂചിപ്പിച്ചതാണ്. അതിജീവനത്തിന് വേണ്ടിയുള്ള കപ്പലാണ്. പ്രളയത്തെ അതിജീവിക്കാൻ വേണ്ടിയുള്ളതാണ്. അത് തെന്നി ജലോപരിതലത്തിലെ ഓളങ്ങൾ കാരണമായും കാറ്റിന്റെ ഗതി കാരണമായിട്ടും ഒക്കെ കുറച്ചൊക്കെ നീങ്ങി എങ്ങോട്ടെങ്കിലുമൊക്കെ എത്തും. ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രക്ക് വേണ്ടിയുള്ള കപ്പലായിരുന്നില്ല അത് എന്നാണ് ചരിത്ര സ്രോതസ്സുകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോ കപ്പല് തെന്നി ജലോപരിതലത്തിന്റെ ഓളങ്ങൾക്കനുസരിച്ച് അങ്ങ് നീങ്ങിയിട്ട് എവിടെ ചെന്ന് നിൽക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. എങ്ങനെ ആഗ്രഹിക്കണം എന്നത് കൂടി അള്ളാഹുവിടെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾ പ്രാർത്ഥനയായിട്ട് ഉരുവിടുക. എന്താണത്? അൻസിൽനി മുൻസലൻ മുബാറക്കൻ, നാഥ, നീ ഞങ്ങളെ ഏറ്റവും ഉത്തമമായ, ഏറ്റവും ഉത്കൃഷ്ടമായ ഒരിടത്ത് ഇറക്കണമേ എന്ന്. കപ്പലിൽ എല്ലാ കാലത്തും തങ്ങാൻ വേണ്ടിയുള്ളതല്ല, പ്രളയത്തെ അതിജീവിക്കാൻ താൽക്കാലികമായിട്ട് മാത്രമുള്ളതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എത്തിച്ചേരേണ്ടത് നിന്റെ അനുഗ്രഹങ്ങള് സുലഭമായ ഒരിടത്താണ് ഞങ്ങൾക്ക് എത്തേണ്ടത്. അൻസിൽനി മുൻസലൻ മുബാറക്കൻ, മുൻസലും മുബാറക്കായിട്ടുള്ള ഒരു സ്ഥലം, അനുഗ്രഹീതമായ, നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ, അങ്ങനെയുള്ള ചില സ്ഥലങ്ങള് പ്രത്യേകമായിട്ട് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അതുമാവാം, അല്ലാഹു അഅലം. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു എന്ന് നമ്മൾ സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കത്തിൽ കണ്ടതാണ്. അതിന്റെ ചുറ്റുപാടും നാം അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന ഫലസ്തീൻ ഭൂപ്രദേശത്തെ അർളുൽ മുഖദ്ദസ എന്ന വിധത്തിൽ പരാമർശിക്കുകയാണ്. വേറെയും പല സന്ദർഭങ്ങളിലും ഖുർആൻ ഈ പരാമർശം നടത്തുന്നുണ്ട്. അർളുൽ മുഖദ്ദസ എന്ന. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ പ്രളയാനന്തര കാലത്തെ അധിവാസ കേന്ദ്രം ഒരുപക്ഷെ അതായിരിക്കണം, അല്ലാഹു അഅലം. ഒരു സാധ്യത ഈ പ്രയോഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ വഖുർ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക്കൻ, ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും അനുഗ്രഹീതമായ ഒരു ഭൂപ്രദേശത്ത് നീ ഞങ്ങളെ ഇറക്കണമേ. വഅൻത ഖൈറുൽ മുൻസിലീൻ, ഏറ്റവും ഉത്കൃഷ്ടമായ ഇടത്ത് ആളുകളെ ഇറക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണ് എന്നാണ് തുറന്നു പറയുന്നത്. വഅൻത ഖൈറുൽ മുൻസിലീൻ അറബിയിലെ ഖുർആന്റെ ഒരു ശൈലിയാണ്. നീയാണ് ഏറ്റവും ഉത്തമനായ ഇറക്കുന്നവൻ.
ഇതില് ഈ തൻസീല്, അൻസല എന്നൊക്കെയുള്ള വാക്ക് ഇവിടെ ഒരു വിരുന്നൊരുക്കല്, സൽക്കാരം ഒരുക്കല്, സ്വീകരണം ഒരുക്കല് എന്നൊക്കെയുള്ള അർത്ഥം തരുന്ന വാക്കാണ്. അപ്പോ പ്രളയത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി കപ്പലിൽ കയറിയ ആളുകൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു സ്വീകരണവും വിരുന്നും ഒരുക്കിക്കൊണ്ട് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരിടത്ത് നീ അവരെ ഇറക്കണമേ എന്ന നിലയ്ക്ക് ഇത് മനസ്സിലാക്കാം. ഈ പ്രാർത്ഥന, ഈ അർത്ഥസൂചനകളൊക്കെ അതിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. പ്രളയത്തെ അതിജീവിച്ച ആളുകൾക്ക് പ്രളയക്കെടുതി കഴിഞ്ഞ് അവര് മണ്ണിലിറങ്ങുമ്പോ തീർച്ചയായിട്ടും അവർക്ക് വിശപ്പും ദാഹവും അതുപോലെയുള്ള പ്രയാസങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. അത്രയും പേർക്ക് വേണ്ട ഭക്ഷ്യവിഭവങ്ങളൊക്കെ ലഭ്യമാവുന്ന ഒരിടത്തല്ല അവരെത്തുന്നതെങ്കിൽ അത് വലിയ അപകടം ഉണ്ടാക്കുകയും ചെയ്യും. ഭക്ഷണം കണ്ടെത്താൻ തേടി പിടിച്ച് പുറപ്പെട്ടു പോകാൻ ഒക്കെ സമയമെടുക്കും. എന്തായാലും ഏറ്റവും ഉത്തമമായ, ഉത്കൃഷ്ടമായ, നിന്റെ അനുഗ്രഹങ്ങൾ നിരന്തരം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരിടം, അവിടെ നീ ഞങ്ങളെ ഇറക്കണമേ. അങ്ങനെ ഏറ്റവും നല്ല സ്വീകരണം ഒരുക്കുന്നവൻ നീ തന്നെയാണല്ലോ എന്നാണ് അള്ളാഹുവിനെ പ്രശംസിച്ചുകൊണ്ട് തുടർന്ന് പറയുന്നത്. വ അൻത ഖൈറുൽ മുൻസിലീൻ, ഏറ്റവും നല്ല മുൻസില് നീയാണ്, ഏറ്റവും നല്ല തൻസീൽ ഒരുക്കുന്നവനും ഏറ്റവും ഉത്കൃഷ്ടമായ വിധത്തില് ആളുകളെ സ്വീകരിക്കുന്നവനുമൊക്കെ നീ തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നീ ഞങ്ങളെ ഏറ്റവും ബറക്കത്തുള്ള ഒരിടത്ത് ഇറക്കണമേ. ഏറ്റവും നല്ല ബറക്കത്തുള്ളവരിടത്ത് ഇറക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടനായവൻ നീയാണല്ലോ എന്നാണ് പറയുന്നത്. പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: പ്രളയാനന്തരം കപ്പലിൽ കയറി അതിജീവിച്ചു വന്ന ആളുകളെ അവർക്ക് ഏറ്റവും സൗകര്യപ്രദമായ, ക്ഷേമകരമായ ഒരു ജീവിത സാഹചര്യമുള്ള ഒരിടത്ത് നീ അവരെ എത്തിക്കണമേ. അവർക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് കപ്പലിറങ്ങാൻ സാധിക്കണമേ എന്ന നിലക്കാണ് ആ പ്രാർത്ഥന. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ വഇൻ കുന്നാ ലമുബ്തലീൻ. തുടർന്ന് അള്ളാഹു പറയുന്നത്, നിശ്ചയമായിട്ടും ഈ കാര്യങ്ങളിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്, വലിയ അർത്ഥസൂചനകളുണ്ട്, വലിയ ദൈവിക പ്രതിഭാസങ്ങൾ നിങ്ങൾക്ക് ഈ ചരിത്ര സംഭവത്തിൽ കാണാൻ സാധിക്കും. ഇന്ന ഫീ ദാലിക, നിശ്ചയമായിട്ടും ഇവിടെ വിവരിക്കപ്പെട്ടിരിക്കുന്ന ഈ ചരിത്ര കാണ്ഡത്തിൽ ആയാത്തിൻ, നിങ്ങൾക്ക് വളരെ കൃത്യമായ സൂചനകൾ നൽകുന്ന ദൈവിക പ്രതിഭാസങ്ങളുണ്ട്. ആയത്ത് എന്ന് പറയുന്നത് അതാണല്ലോ, ഒരു ദൈവിക പ്രതിഭാസത്തിനാണ് ആയത്ത് എന്ന് പറയുന്നത്. നമ്മളെ കണ്ണു തുറപ്പിക്കുന്ന വിധത്തില് നമ്മുടെ ഹൃദയങ്ങൾക്ക് വെളിച്ചം കോരിയിട്ട് തരുന്ന വിധത്തിലുള്ള ഒരു ഇൻസൈറ്റ്ഫുൾ ആയ ഒരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സംഗതിയാണ് ഒരു ദൃഷ്ടാന്തം എന്ന് പറയുന്നത്, ഒരു ആയത്ത് എന്ന് പറയുന്നത്. അത് അള്ളാഹുവിന്റെ കിതാബിലാവാം, ഈ പ്രപഞ്ച സാകല്യത്തില് എന്തെങ്കിലും ഒരു പ്രതിഭാസവുമാണ്. അപ്പോ ഇവിടെ പറയുന്ന കാര്യം, ഇന്ന ഫീ ദാലിക ലആയാത്തിൻ, നിശ്ചയമായിട്ടും ഈ സംഭവ വിവരണത്തിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന, നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശം കോരിച്ചൊരിയുന്ന, നിങ്ങളുടെ കണ്ണുകളെ തുറപ്പിക്കുന്ന ദൈവിക പ്രതിഭാസങ്ങള് ഈ ചരിത്ര സംഭവങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. വൈൻ കുന്നാല മുബ്തലീൻ, തീർച്ചയായിട്ടും നാം പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ ഒരു സമൂഹത്തിന് അടുത്ത ഒരു പരീക്ഷണമാണ് നേരിടേണ്ടി വന്നത്. ആ പരീക്ഷണത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ചിലർക്ക് അത് ശിക്ഷയായി ഭവിച്ചു, വേറെ ചിലർക്ക് അള്ളാഹുവിൽ തവക്കുല് ചെയ്തുകൊണ്ട് നിലക്കൊള്ളാൻ പറ്റുമോ ഇല്ലയോ എന്ന കാര്യത്തിലുള്ള കടുത്ത പരീക്ഷണവുമായി. നൂഹ് അലൈഹി ഇസ്ലാമും സഹയാത്രികരും തീർച്ചയായിട്ടും ആ പരീക്ഷണത്തിൽ വിജയിച്ചവരാണ്. നൂഹ് അലൈഹി ഇസ്ലാമിൽ വിശ്വാസം കാണിക്കാതെ, അദ്ദേഹത്തിന്റെ കൽപ്പനകളെ ശിരസ വഹിക്കാൻ കൂട്ടാക്കാതെ, സആവി ഇലാ ജബലിൻ ഖരീബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
കപ്പലിൽ കയറാൻ കൂട്ടാക്കാതെ നിന്ന അദ്ദേഹത്തിന്റെ മകനുണ്ട്. യാ ബുനയ്യ എന്ന് വിളിച്ചിട്ട് നൂഹ് അലൈഹിസ്സലാം എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹവാത്സല്യത്തോടു കൂടി അവനെ വിളിക്കുന്നുണ്ട്, കൂടെ കൂടാൻ പറഞ്ഞു. പക്ഷെ ധിക്കാരിയായിക്കൊണ്ട് പിന്തിരിഞ്ഞു പോവുകയാണ്. സമീപസ്ഥമായ പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ കയറി രക്ഷപ്പെട്ടുകൊള്ളും, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്ക് എന്നാണ് ആ മകൻ വിളിച്ചു പറഞ്ഞു. സ ആവി ഇല ജബലിൻ ഖരീബ് എന്ന് പറഞ്ഞു. അയാൾ അതിന് കൂട്ടാക്കിയില്ല. ബാപ്പാന്റെ നിർദ്ദേശം പാലിക്കാനൊന്നും സന്നദ്ധായില്ല. അപ്പോ കപ്പലിൽ കയറുക, രക്ഷപ്പെടുക എന്ന കാര്യം പോലും ഒരു വലിയ പരീക്ഷണം തന്നെയായിരുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും സാധിച്ച ഒരു കാര്യമല്ല. പ്രളയത്തില് വലിയൊരു വിഭാഗം ഒടുങ്ങിപ്പോയി എന്നത് ആ പരീക്ഷണത്തിന്റെ തീക്ഷ്ണമായ ഒരു തലമാണ്. ചിലർക്കത് ശിക്ഷ തന്നെയായിരുന്നു. വേറെ ചിലർക്ക് ഈ കിളവൻ പറയുന്നത് കേട്ട് ഈ കപ്പലിൽ കയറി നിന്നാൽ വല്ല രക്ഷയുണ്ടാവുമോ എന്നാലോചിച്ചുകൊണ്ട് നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ആദരണീയനായ പ്രവാചകനായിരുന്നു എന്ന കാര്യത്തെ അംഗീകരിക്കാതെ, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയെ മുഖവിലക്ക് എടുക്കാതെ, അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പ്രായത്തെയും ഒക്കെ പരിഹസിച്ചുകൊണ്ട് നിലക്കൊണ്ട ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷണത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അത് അവർക്ക് തീക്ഷ്ണമായ ഒരു പരീക്ഷണം തന്നെയായിരുന്നു. എന്നാൽ നൂഹ് അലൈഹി ഇസ്ലാമിൽ വിശ്വാസം ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് നിലക്കൊണ്ട ആളുകള്, അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അതിജീവനത്തിനുള്ള ഏറ്റവും സുഗമമായ അള്ളാഹു ഒരുക്കി കൊടുത്ത ഒരു മാർഗം തന്നെയായിരുന്നു. അപ്പൊ 3 വിഭാഗം ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. ഒരു പരിഗണനയും ഇല്ലാതെ നിഷേധികളായിട്ട് നാശം ഏറ്റുവാങ്ങിയ ആളുകൾ. നൂഹ് അലൈഹിസ്സലാമിലും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിലും വിശ്വാസം കാണിക്കാതെ ധിക്കാരം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ മകനെ പോലെയുള്ളവർ. കപ്പലിൽ നൂഹ് അലൈഹിസ്സലാമിന്റെ നിർദ്ദേശം ശിരസാ വഹിച്ചുകൊണ്ട് കയറി ഇടം പിടിച്ച സത്യവിശ്വാസികളും അവരോടൊപ്പമുള്ള ആളുകൾ, അവരൊക്കെ തന്നെ. ഇങ്ങനെ 2-3 വിഭാഗം ആളുകൾ. ഇവരിൽ ചിലർക്കത് കടുത്ത ദൈവിക നടപടിയും ശിക്ഷയും ഒക്കെ ആയിരുന്നു. വേറെ ചിലർക്ക് അവര് പരാജയപ്പെടാൻ ഇടയാക്കിയ പരീക്ഷണമായിരുന്നു. മറ്റു ചിലർക്ക് അത് അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട്, എല്ലാം അർപ്പിച്ചുകൊണ്ട് രക്ഷ നേടാനുള്ള ഒരു അതിജീവന ഉപാധി ആയിരുന്നു എന്നതാണ് സത്യം. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ, ഈ വിവരണത്തിൽ, ഈ കഥയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ ദൈവിക ദൃഷ്ടാന്തങ്ങള്, സൂചനകള്, പ്രതിഭാസങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നിശ്ചയമായിട്ടും നാം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. വൈൻ കുന്നാല മുബ്തലീൻ, ഇപ്പൊ നിങ്ങളെ പരീക്ഷിച്ചു, ശരിയാണ്. നിങ്ങൾക്ക് മുന്നേയും പലരെയും പരീക്ഷിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ശേഷവും പലർക്കും നാം ബലാ നൽകാൻ പോകുന്നു, പരീക്ഷണത്തിന് വിധേയരാക്കാൻ പോകുന്നു. ഈ സൂറത്ത് വിശേഷിച്ച് ഈ നൂഹ് അലൈഹിസ്സലാമിന്റെ സംഭവങ്ങൾ വിവരിക്കുന്ന ആയത്തുകൾ അവതരിക്കുന്ന ഘട്ടത്തിലെ മക്കയില് അഭിസംബോധന ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് കാണിച്ചുകൊണ്ടിരിക്കുന്ന ധിക്കാരത്തിന്റെയും നിഷേധത്തിന്റെയും ഒക്കെ പശ്ചാത്തലത്തില് അവർക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള ഒരു താക്കീത് തന്നെയാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം ഈ വിധത്തിലുള്ള പ്രളയക്കെടുതി ഏറ്റുവാങ്ങിക്കൊണ്ട് ഒടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, തങ്ങളിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്ഷാമവും വരൾച്ചയും അതിനെ തുടർന്നുള്ള പലതും, ഇതൊക്കെ തന്നെ തങ്ങൾക്കുള്ള പരീക്ഷണമാണ്. തീർച്ചയായിട്ടും നൂഹിന്റെ സമൂഹത്തെ അള്ളാഹു പരീക്ഷിച്ച വിധത്തില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെയും അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കും. മനുഷ്യരെ സൃഷ്ടിച്ചത് തന്നെയും അവർക്ക് ജനിമൃതികൾ നിശ്ചയിച്ചത് തന്നെയും ഇതിനു വേണ്ടിയാണ് എന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. സൂറത്തുൽ മുൽക്കിൽ കാണാം.
വഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മൗത്തിനെ, മരണത്തെയും ഹയാത്തിനെയും, ജീവിതത്തെയും, ജനിമൃതികളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. എന്തിനാണ്? ലിയബ്ലുവക്കും, അവന് നിങ്ങളെ പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടിയാണ്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മം ചെയ്യുന്നവരായി മാറുക എന്ന വിധത്തിൽ നിങ്ങളെ പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടിയാണ് എന്ന് ഖുർആൻ വ്യക്താക്കിയിട്ടുണ്ട്. ഇവിടെ അള്ളാഹു പറയുന്നത് വൈൻ കുന്ന ലമുബ്തലീൻ, നിശ്ചയമായിട്ടും ഇതേ വാക്ക് തന്നെയാണ്. മുബ്തല് എന്ന വാക്ക് പരീക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം. നേരത്തെ നമ്മൾ സൂറത്തുൽ മുൽക്കിൽ ഉദ്ധരിച്ച വാക്കിലെ ലിയബ്ലുവക്കും എന്നതിലും ഈ ബലാ എന്ന പരീക്ഷണം അടങ്ങിയിട്ടുണ്ട്. ഇതേ വാക്കിന്റെ വേറെ രൂപമാണത്. വഇൻ കുന്നാ ലമുബ്തലീൻ, നിശ്ചയമായിട്ടും നാം പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ഒരു തീരുമാനമാണ്, ഒരു പദ്ധതിയാണ്. അങ്ങനെ ഒരു സംഗതിക്ക് വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതും ജനിമൃതികളെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളതും ഒക്കെ തന്നെ. അതുകൊണ്ട് അതിനെ നിങ്ങൾ ഓവർ റൂൾ ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൂടാ. ജനനവും മരണവും അള്ളാഹു രൂപകൽപ്പന ചെയ്തത് തന്നെ മനുഷ്യനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള നിലക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടികളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ അള്ളാഹു ഉദ്ദേശപൂർവമായി ആവിഷ്കരിച്ചിട്ടുള്ള പരീക്ഷണങ്ങളാണ് എന്നത് നമുക്ക് കാണാതിരുന്നുകൂടാ. അങ്ങനെ കാണാതിരിക്കുന്നത് തെറ്റായ നിലപാടുകളുള്ളവരായി മാറാൻ കാരണമാകും. അത് ജീവിത പരാജയം നിശ്ചയമായിട്ടും കൊണ്ടുവരികയും ചെയ്യും. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.